നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ മാസം മുതൽ ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ജൂൺ മാസം മുതൽ തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ. എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ആരെല്ലാമാണ് ചെയ്യേണ്ടത്, അത് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ അറിയാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത്. എല്ലാ തരത്തിലുള്ള 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകളാണ് ഈ മാസം 30-ാം തീയതിക്ക് മുമ്പായി വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പെൻഷൻ അപ്രൂവലായ ഒരുപാട് ആളുകൾ അന്ന് നൽകിയിരുന്നത് നമ്മൾ പെന്നോണ്ട് എഴുതുന്ന രൂപത്തിലുള്ള വില്ലേജ് ഓഫീസിൽ നേരിട്ട് വാങ്ങുന്ന വരുമാന സർട്ടിഫിക്കറ്റാണ്. അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളും ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളാണോ നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. മൊബൈൽ ഫോണിൽ നമ്മൾ പെൻഷൻ സേവന എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് ലഭിക്കും, ഒരു വെബ്സൈറ്റ് ലഭിക്കും. അവിടെ നമ്മുടെ പെൻഷൻ ഐഡിയോ, അതല്ലെങ്കിൽ ആധാർ നമ്പറോ, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതിലേതെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. നമ്മൾ ഇനി മസ്റ്റിങ് ചെയ്യേണ്ടതുണ്ടോ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ, മറ്റേതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് അയച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കുന്ന ആളുകൾ, ഇവരെല്ലാം നൽകേണ്ട ഒരു കാര്യമുണ്ട്. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട കാര്യമാണ്. അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യവാങ്മൂലം എങ്കിൽ മാത്രമായിരിക്കും വിധവ പെൻഷൻ ലഭിക്കുകയുള്ളൂ. നിർബന്ധമായിട്ടും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുവരെ നൽകാത്ത ആളുകൾ അത് എല്ലാ വർഷവും നൽകേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ നൽകാത്ത ആളുകൾ അതും പെട്ടെന്ന് നൽകുക. എങ്കിൽ മാത്രമായിരിക്കും ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ലിങ്ക് ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ ഒന്നും ഇല്ലാത്ത ആളുകൾ ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലൂടെ തന്നെ വീഡിയോ കാണുമെങ്കിൽ ചാനലിൽ നിന്ന് ഫോളോ ചെയ്ത് പറ്റി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.